കൂട്ടുകാർക്ക് നല്ലൊരു വിഷുദിനെ ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെക്ക് അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഉണ്ണിമോള് വൈഡൂരിനാഗവുമായിട്ട് ദേവികമ്മയുടെ അടുത്തേക്ക് പോന്നു. അതോടൊപ്പം തന്നെ അയ്യപ്പസ്വാമി ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ഭക്തന്റെ കഥകളൊക്കെ ഉണ്ണിമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ചയിലെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ്. വിഷുദിനത്തിൽ കൊന്നപ്പൂവിനെ കുറിച്ചുള്ള എന്തുകൊണ്ടാണ് വിഷുവൊക്കെ ആഘോഷിക്കുന്നത് എന്നൊക്കെ ഉണ്ണിമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയ്യപ്പസ്വാമി. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡൂര്യനാഗം കിട്ടിയതിന് ശേഷം ഉണ്ണിമോള് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ വന്ന് അയ്യപ്പസ്വാമിനെ തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്താണ് ക്ഷേത്രത്തിനകത്തുനിന്ന് പൂജാരി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പൂജാരി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂജാരിയുടെ അവസ്ഥ ഉണ്ണിമോള് കണ്ടു. പനി കാരണം വയ്യ, ഭയങ്കര ചുമയൊക്കെയാ. അപ്പൊ തിരുമേനി പറഞ്ഞു, എനിക്ക് പൂജ ചെയ്യാൻ തന്നെ വയ്യ, പക്ഷെ എനിക്ക് എന്നാ ചെയ്യാനാ, ഇന്ന് വിഷു അല്ലേ നാളെ, അപ്പൊ വിഷുക്കണ എനിക്ക് ഒരുക്കണോന്ന് പറയണം. ഉണ്ണിമോള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടെ തിരുമേനി, ഞാൻ ഒരുക്കിയാൽ മതിയെന്ന് ചോദിക്കണം. അതിനെന്താ മോൾ ഒരുക്കോ, മോൾക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് അറിയാമെന്ന് ചോദിക്കണം. അപ്പം ഗിരിദേവൻ വന്ന് പറയുന്നുണ്ട്, എനിക്കറിയാവും തിരുമേനി, ഞാൻ പറഞ്ഞു കൊടുത്തോളാം, ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വരാന്ന് പറയണം. അങ്ങനെ അവര് വാവരും ഗിരിദേവനും പിന്നീട് ഉണ്ണിമോളെയും കൂടെ കൂട്ടിയിട്ട് വിഷുക്കൊന്നപ്പൂ ഒക്കെ പറിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കൊന്നപ്പൂ ഒക്കെ പറിച്ച് വരുമ്പോഴത്തേനും ഉണ്ണിമോള് വെച്ചു, അതല്ല ഈ വിഷുവിന് എന്തിനാ ഈ കൊന്നപ്പൂ ഉപയോഗിക്കുന്നത്, കൊന്നപ്പൂ വെച്ചാണല്ലോ നമ്മൾ വിഷുക്കണി ഒരുക്കുന്നത്, അതെന്താ ഗിരിദേവ അങ്ങനെയെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഗിരിദേവൻ ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ണിമോൾക്ക്. പണ്ട് ഒരു ഗ്രാമത്തില് ഒരു കൃഷ്ണന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തില് സെമിന്താരി പൂജയ്ക്ക് വെച്ചിരുന്ന ഒരു പൂജാരി ഉണ്ടായിരുന്നു. അപ്പൊ പൂജാരി ഡെയിലി പൂജയ്ക്ക് വരുമായിരുന്നു. ആ പൂജയ്ക്ക് വരുന്ന സമയത്ത് പൂജാരിയുടെ 3 വയസ്സുള്ള ഒരു മോനുണ്ടായിരുന്നു. ആ മോനെ കൂട്ടിക്കൊണ്ടായിരുന്നു പൂജയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ തിരുമേനി അകത്ത് പൂജ ചെയ്യുന്ന സമയത്ത് മോൻ പുറത്തൂടെ കളിച്ചു നടക്കും. പിന്നെ തിരുമേനി ഉച്ചയ്ക്ക് പൂജ എല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് സമയം അവിടെ പുറത്ത് വരാന്തയുണ്ടല്ലോ, വൈകുന്നേരത്തെ പൂജയ്ക്ക് മുമ്പ്, അപ്പൊ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുക ചെയ്യുന്നത്. ആ സമയത്ത് മോൻ എങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കും, തന്നെയുള്ളൂ. പക്ഷെ തന്നെയുള്ളെങ്കിലും എന്നും മോന് വേറെ ആരിക്കോ കൂടെ ഉള്ള പോലെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒത്തിരി ആൾക്ക് പിള്ളേരുടെ കൂടെ കളിക്കുന്ന പോലെയാണ്, തന്നെയാന്നൊന്നും ഇല്ല, വർത്താനമൊക്കെ പറഞ്ഞാൽ കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ തിരുമേനി ഓർക്കുകയും ചെയ്യാറുണ്ട്, ഇതന്നെ ഇവൻ ആരോടായി സംസാരിച്ചോണ്ട് കളിക്കുന്നതെന്നൊക്കെ. ആ കുഞ്ഞി മോനോട് കളിക്കാൻ വന്നുകൊണ്ടിരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിനകത്തുനിന്നും വന്ന് അവനോടൊപ്പം കളിച്ചോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ബാക്കി ആർക്കും അറിയത്തില്ല, അദർശനായിട്ടല്ലേ വരുന്നേ, ബാക്കി ആർക്കും കാണാനും പറ്റണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ കുഞ്ഞു മോന് മാത്രം കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ പതിവ് പോലെ തന്നെ തിരുമേനി അന്നും പൂജകളൊക്കെ ചെയ്ത്, വിഷുവിന്റെ തലേദിവസമാണ്, പൂജകളെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് വീണ്ടും വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ മോനോടെ കളിക്കുമായിരുന്നു. പറഞ്ഞു, അധികം ദൂരേക്കൊന്നും പോയില്ല കേട്ടോ, ഇവിടെ ഒന്ന് കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പൂജാരി എന്ത് ചെയ്യാണ്, കിടന്നുറങ്ങുവാണ്. അങ്ങനെ ഉറങ്ങി കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മോൻ പതിവ് പോലെ കളിക്കാൻ തുടങ്ങി ശ്രീകൃഷ്ണന്റെ ഒപ്പം. അപ്പൊ വിഷുവാണ് പിറ്റേ ദിവസം. അപ്പൊ വിഷുവിന് മോനും വിഷു കൈനീട്ടം കൊടുക്കണമല്ലോ. അപ്പൊ വിഷു കൈനീട്ടമായിട്ട് എന്ത് ചെയ്തു, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ അരയെ കിടന്ന അരപ്പട്ട എടുത്ത് അവന് വിഷു കൈനീട്ടമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വിഷു കൈനീട്ടമായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞുമോൻ അറിയത്തില്ല, അവനത് വാങ്ങി, അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനത് അവന്റെ അരയില് കെട്ടുവെക്ക് നോക്കുവാണ്. പിന്നീട് പൂജാരി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഇതൊക്കെ അരയെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് സെമിന്ദാർ ഇതൊന്ന് കാണുന്നത്. ഇയാളിത് വന്ന് കണ്ടപ്പോ ഇയാൾ ഓർത്ത എന്താ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അരപ്പെട്ട വിഗ്രഹത്തിലുണ്ടാകുന്ന ഇവൻ മോഷ്ടിച്ചെടുത്താണ്, ഈ പൂജാരി മോനും കൂടെ മോഷ്ടിച്ചെടുത്താന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ എല്ലാരെയും വിളിച്ചു കൂട്ടുവാണ്. എന്നിട്ട് മോഷ്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പറഞ്ഞു, ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയണ. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. ഈ കുഞ്ഞുമോൻ പറഞ്ഞു, എനിക്കിതേ ഭഗവാൻ അവിടെ ഇരിക്കുന്ന ഭഗവാൻ തന്നാന്ന് പറയാണ്. പക്ഷെ ഇവൻ കള്ളം പറയുന്നാന്ന് പറഞ്ഞത്. പിന്നീട് എന്ത് ചെയ്യാണ്, ഇവന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് ആ അരപ്പട്ട ഇങ്ങ് മേടിച്ചിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് ഇഷ്ടപ്പെട്ടില്ല. ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യണം, അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിന്റെ മുകളിലേക്ക് അതങ്ങോട്ട് വലിച്ച് എറിയുവാണ്. അതങ്ങോട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കുറെ മണികളൊക്കെ ഉള്ള ഒരു അരപ്പട്ടയായിരുന്നത്. അത് ആ മരത്തിന്റെ മുകളിൽ പോയി കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മരത്തിന്റെ അകത്തെല്ലാം പൂക്കളുണ്ടാകുന്നേ, നല്ല മഞ്ഞ കളറുള്ള പൂക്കള്, ഇത്തേലെ മണികൾ പോലെ തന്നെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ നമ്മള് കൊന്നപ്പൂവിന്റെ കണ്ടിട്ടില്ലേ തൂങ്ങിക്കിടക്കാൻ, അതുപോലെ തന്നെ മണികൾ പോലെ തന്നെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവർക്കും വിശ്വാസമായി ഇതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളാന്ന്. പിന്നെ സെമീന്ദാര് ആ കുഞ്ഞു മോനോടും അവരുടെ അച്ഛനോടും ഒക്കെ മാപ്പ് പറയുകയാണ് ചെയ്തത്. അപ്പൊ അത് അങ്ങനെയാണ് കൊന്നപ്പൂ ഉണ്ടായെന്ന് വിശ്വാസം. അപ്പൊ ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ ഭക്തന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ വിഷുക്കണി ഒരുക്കുന്നത്. ആ
ആ പൂ വെച്ച് ഒരുക്കുന്നതെന്നൊക്കെയുള്ള കഥകള് അയ്യപ്പസ്വാമി എന്ത് ചെയ്യും ഉണ്ണിമോളോട് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് കാണിക്കുന്ന ഉണ്ണിമോള് വിഷുദിനത്തിന് നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ദേവയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഉണ്ണിമോളെ കണ്ടു കഴിഞ്ഞപ്പത്തിന് മുത്തശ്ശീന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോള് പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് മുത്തശ്ശീനെ. പിന്നീട് വൈഡൂരിനാഗം മുത്തശ്ശീനെ കാണിക്കുകയാണ്. മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു വന്നിരുന്നേ. ഇത്രയും ദിവസം ഈ വൈഡൂരിനാഗത്തിന്റെ പേരിൽ താൻ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു. മുത്തശ്ശിക്ക് അതൊന്നും ചിന്തിക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അനസയും വിരോധം അങ്ങോട്ട് വരുവാണ്. അവരോടും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ണിമോള് പറയുവാണ്. അനസൂയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വൈഡൂരിനാഗം തിരിച്ചു കിട്ടിയല്ലോ. തിരിച്ചു കിട്ടിയപ്പോ അതിന്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നീട് എല്ലാരും ഗിരിദേവനും വാവരും എല്ലാരും കൂടെ കൂടി വിഷു അങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. ആ ആഘോഷങ്ങൾക്ക് ശേഷം ദേവകിയമ്മ ആ സത്യങ്ങളൊക്കെ എല്ലാവരോടും ഇനിയിപ്പൊ തുറന്നു പറയും. വൈഡൂരിനാഗം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ ദേവകിയമ്മയ്ക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അനുപമയാണ് ഇത് ചെയ്തതെന്ന് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനോദ് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. വിനോദ് എന്താണെങ്കിലും അതിന് ഒരു കടുത്ത ശിക്ഷ തന്നെ അനുപമയ്ക്ക് കൊടുക്കും. ഇനിയിപ്പോ വിനോദ് കൊടുത്തില്ലെങ്കിൽ പോലും അയ്യപ്പസ്വാമി അതിന് ശിക്ഷ കൊടുത്തിരിക്കും. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.